യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പുതിയ പ്രധാനമന്ത്രി ആൻഡി ബേൺഹാമുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിലൂടെ ആശയവിനിമയം നടത്തി. അധികാരമേറ്റതിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ച മോദി ഇന്ത്യയും യുകെയും തമ്മിലുള്ള ദീർഘകാല സൗഹൃദ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലെത്തിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ അചഞ്ചല പ്രതിബദ്ധത ആവർത്തിച്ചു. ഇരു രാജ്യങ്ങളും പരസ്പര വിശ്വാസം, സാമ്പത്തിക സഹകരണം, സുരക്ഷാ പങ്കാളിത്തം, ആഗോള വിഷയങ്ങളിലെ ഏകോപനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. സാമൂഹിക മാധ്യമമായ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. യുകെയുടെ പുതിയ പ്രധാനമന്ത്രിക്ക് വിജയകരവും ജനക്ഷേമം ലക്ഷ്യമിടുന്നതുമായ ഭരണകാലം ആശംസിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. സാങ്കേതിക വിദ്യ, ശാസ്ത്ര ഗവേഷണം, പ്രതിരോധം, ആഭ്യന്തര സുരക്ഷ, ഭീകരവിരുദ്ധ സഹകരണം, ശുദ്ധ ഊർജ്ജ വികസനം, വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, ആരോഗ്യരംഗം, ഡിജിറ്റൽ സേവനങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം കൂടുതൽ വിപുലീകരിക്കാനുള്ള ധാരണ ഇരു രാജ്യങ്ങളും പങ്കുവച്ചതായി മോദി അറിയിച്ചു. അടുത്തിടെ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ബന്ധങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ കരാറിലൂടെ ഉഭയകക്ഷി വ്യാപാരം, നിക്ഷേപം, വ്യവസായ വികസനം, സേവന മേഖല, കയറ്റുമതി, തൊഴിലവസരങ്ങൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച എന്നിവയിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കരാറിന്റെ മുഴുവൻ സാധ്യതകളും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെയും യുകെയിലെയും ജനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങളും വികസനാവസരങ്ങളും ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുകെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലും ഈ ടെലിഫോൺ സംഭാഷണത്തിന്റെ പ്രധാന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഇന്ത്യയുമായുള്ള ദീർഘകാല ചരിത്രപരമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപപ്പെടുത്തിയ ഇന്ത്യ യുകെ വിഷൻ 2035 പദ്ധതിയെക്കുറിച്ച് ആൻഡി ബേൺഹാം പ്രധാനമന്ത്രി മോദിയെ വിശദമായി ധരിപ്പിച്ചതായാണ് പ്രസ്താവനയിൽ പറയുന്നത്. വ്യാപാരം, പ്രതിരോധം, ശാസ്ത്ര സാങ്കേതിക സഹകരണം, വിദ്യാഭ്യാസം, ഗവേഷണം, നവീകരണം, നിക്ഷേപം, സാംസ്കാരിക കൈമാറ്റം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ വംശജർ ബ്രിട്ടീഷ് സമൂഹത്തിന്റെ സാമ്പത്തിക, വിദ്യാഭ്യാസ, ആരോഗ്യ, വ്യവസായ, സാങ്കേതിക മേഖലകളിൽ നൽകിയ വിലപ്പെട്ട സംഭാവനകളെ ബേൺഹാം പ്രത്യേകം പ്രശംസിച്ചു. യുകെയുടെ സാമൂഹിക പുരോഗതിയിലും സാമ്പത്തിക വളർച്ചയിലും ഇന്ത്യൻ സമൂഹം വഹിച്ച പങ്ക് ശ്രദ്ധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതിന് മറുപടിയായി അഹമ്മദാബാദിനെ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി മോദി മാഞ്ചസ്റ്ററും അഹമ്മദാബാദും തമ്മിലുള്ള ചരിത്രപരമായ വ്യാവസായിക ബന്ധവും പരുത്തി വ്യവസായത്തിലൂടെ നിലനിന്നിരുന്ന സാമ്പത്തിക ഇടപെടലുകളും അനുസ്മരിച്ചു. ഈ ചരിത്രബന്ധം ഭാവിയിലെ സാമ്പത്തിക, സാങ്കേതിക സഹകരണത്തിന് ശക്തമായ അടിത്തറയാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൃത്രിമ ബുദ്ധി, അർദ്ധചാലക സാങ്കേതിക വിദ്യ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സൈബർ സുരക്ഷ, ബഹിരാകാശ ഗവേഷണം, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക മേഖലകളിൽ കൂടുതൽ അടുത്ത സഹകരണം വികസിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. ആഗോള സാങ്കേതിക രംഗത്ത് ഇന്ത്യയും യുകെയും സംയുക്തമായി പ്രവർത്തിക്കുന്നത് നവീകരണത്തിനും ഗവേഷണത്തിനും വലിയ പ്രചോദനമാകുമെന്ന വിലയിരുത്തലും ഇരു നേതാക്കളും പങ്കുവച്ചു. യുകെ ഇന്ത്യ ടെക്നോളജി സെക്യൂരിറ്റി ഇനീഷ്യേറ്റീവിന് വ്യക്തിപരമായ പിന്തുണ തുടരുമെന്ന് ആൻഡി ബേൺഹാം ഉറപ്പു നൽകി. നിർണായക സാങ്കേതിക വിദ്യയുടെ സുരക്ഷ, വിതരണ ശൃംഖലകളുടെ ശക്തിപ്പെടുത്തൽ, ഗവേഷണ സഹകരണം, നവീകരണ സംരംഭങ്ങൾക്ക് പിന്തുണ എന്നിവയിലും ഇരു രാജ്യങ്ങളും കൂടുതൽ ഏകോപനത്തോടെ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ആഗോളവും പ്രാദേശികവുമായ സുരക്ഷാ വിഷയങ്ങളും ടെലിഫോൺ സംഭാഷണത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി. പശ്ചിമേഷ്യയിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം, മേഖലയിലെ സംഘർഷാവസ്ഥ, ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിക്കുന്ന വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി ചർച്ച നടത്തി. മേഖലയിൽ സംഘർഷം കുറയ്ക്കുന്നതിനും സമാധാനപരമായ പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നയതന്ത്ര ഇടപെടലുകൾക്ക് പിന്തുണ നൽകുന്നതിനും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് വ്യക്തമാക്കി. ആഗോള വ്യാപാരത്തിന് നിർണായകമായ ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കും ഇന്ത്യയും യുകെയും പിന്തുണ നൽകുമെന്ന് ഇരു നേതാക്കളും അഭിപ്രായപ്പെട്ടു. സമീപഭാവിയിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്താനും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ പദ്ധതികൾ രൂപപ്പെടുത്താനും മോദിയും ആൻഡി ബേൺഹാമും ധാരണയിലെത്തി. ഇന്ത്യ യുകെ ബന്ധം വരും വർഷങ്ങളിൽ കൂടുതൽ ശക്തമായ പങ്കാളിത്തമായി വികസിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഇരു നേതാക്കളും സംഭാഷണം അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.